ആതിര, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻസർ ബോർഡിന് ഏതോ ഒരു സൈഡിലോട്ട് ഒരു സൈഡ് വലിയുള്ളതായിട്ട് തോന്നുന്നില്ല. സെൻസർ ബോർഡിന്റെ രാഷ്ട്രീയമാണെങ്കിൽ കുറെ ആൾക്കാർ പറയുന്നത് ഞാനിത് കേട്ടിട്ടുണ്ട്. ചില സിനിമകളിൽ മാത്രം സെൻസർ ബോർഡ് അമിതമായി ചില കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും പറയൊന്നും വേണ്ട, അവർ സ്വമേധയാ കട്ട് ചെയ്യുന്നു. പക്ഷെ ചില സിനിമകൾക്ക് അതിന്റെ ആവശ്യമില്ല. അത് എന്ത് തരം നിലപാടാണെന്നുള്ളൊരു രീതിയുണ്ട്. ഇതിപ്പോ നമ്മുടെ ഇപ്പൊ കേരള സ്റ്റോറിന്റെ ആണെങ്കില് നമ്മ കേസ് കൊടുത്തിട്ട് വരെ അവർക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ചില കേസുകൾ, അതായത് മറ്റേ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ആ മൂവിയൊക്കെ ആരും കംപ്ലൈന്റ് ചെയ്യാണ്ട് തന്നെ അവര് ഇത് പ്രശ്നമോ, ഇത് ഭയങ്കര പ്രശ്നമോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് വലിയ പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നണില്ല. എനിക്ക് അത്തരം ബുദ്ധിയുള്ള ആൾക്കാർ ശരിക്കും നമ്മുടെ ഈ സെൻസർ ബോർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പ്രേമികൾക്ക് മാത്രമേ സെൻസർ ബോർഡിനെ പറ്റി വലിയ അറിവുള്ളൂ. ആകെ കുറച്ച് ഈ പ്രേക്ഷക പ്രേമി അല്ലെങ്കിൽ ജനങ്ങളിലേക്ക്, സാധാ ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് എനിക്ക് തോന്നുന്നു എമ്പുരാനിലൂടെ ആയിരിക്കും. ഈ എമ്പുരാന്റെ 36 കട്ട്, അത്ര എന്തോ കട്ടുകളായിരുന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 36 കട്ടുകൾ എന്നൊക്കെ പറഞ്ഞ് അന്ന് ആ സിനിമ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്ന സമയത്താണ് ഈ സെൻസർ ബോർഡിനെ പറ്റി സാധാ ജനങ്ങൾക്ക് അറിയാവുന്നത്. അല്ലാതെ സിനിമ പ്രേമികൾക്കും സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കുമാണ് ഈ സെൻസർ ബോർഡ്. ശരിക്കും ഈ സെൻസർ ബോർഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സിനിമയെ സെൻസർ ചെയ്യപ്പെടുന്നത് ഏതൊക്കെ തരത്തിലാണ്? അത് പലപ്പോഴും നമ്മുടെ സാധാ ജനങ്ങൾക്കാണെങ്കിലും ഇപ്പൊ എക്സ്ട്രീം സിനിമയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, എനിക്ക് പൂർണ്ണമായിട്ടും എനിക്ക് ആ ഒരു ധാരണ അധികമുള്ള ഒരാളൊന്നുമല്ല. പക്ഷെ സെൻസർ ബോർഡിന്റെ തീരുമാനങ്ങളാണെങ്കിലും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു ഇരട്ട നിലപാടാണോ എന്നുള്ളത്. ഈ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് അങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. കേരള സ്റ്റോറിയില് എമ്പുരാനിൽ കാണിച്ച ആ ഒരു നിലപാട് എന്തുകൊണ്ട് കേരള സ്റ്റോറിയിൽ കാണിക്കുന്നില്ല? അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അപ്പൊ ആ ഒരു സിനിമയിൽ കാണിച്ച അത്തരത്തിലൊരു നിലപാട് എന്തുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്നില്ല? അപ്പോ പക്ഷെ അതില് വേറൊരു കാര്യം നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീഫ് എന്നുള്ള ഒരു പേര് കാരണം ഒരു സിനിമ കാണാണ്ട് തന്നെ അതിനെ ബാൻ ചെയ്ത ഒരു ഗവൺമെന്റ് ആണല്ലോ. ഗവൺമെന്റ് മീൻസ് കേന്ദ്രത്തിന്റെ സൈഡിൽ നിന്ന് ഒരു ഫോഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ബീഫ് മീൻസ് നമ്മളിപ്പോ ഒരാളായിട്ട് ദേഷ്യത്തിൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരു ബീഫ് ഉണ്ട് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ആ പേര് വന്നിരിക്കണത്. അത് പണ്ട് തുടങ്ങി ഉപയോഗിക്കണതാണ്. പക്ഷെ അതില് ബീഫ് എന്നുള്ള ഒരു പേര് വന്നപ്പോ തന്നെ അവർക്ക് അത് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷേ കേരള സ്റ്റോറിയുടെ വിഷയമാണെങ്കിൽ ബീഫ് ഉള്ളത് കൊണ്ട് മാത്രം ബീഫ് ഇവിടെ ട്രെൻഡിങ് ആയി മാറി. അതാണ് സത്യാവസ്ഥ. അത് ശരിയാ, വില കൂടിയാന്ന് അറിയില്ല ഈ അടുത്തായിട്ട്. ഈ അടുത്ത് കേരള സ്റ്റോറി വന്നതിന് ശേഷം അവരതിനകത്തിൽ പറയാൻ പോയ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്, ഇവിടെ ഇങ്ങനത്തെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, കേരളം എന്ന് പറയുന്നത് നമ്മുടെ ഈ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ്, ഇതൊന്നുമല്ല, കേരളത്തിന്റെ റിയൽ സ്റ്റോറി ഇതാണ്. ഞാൻ തന്നെ ട്രാവൽ പോയ സമയത്ത് എന്നോട് നോർത്ത് ഇന്ത്യയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കേരള സ്റ്റോറി അത് ശരിക്കും ഉള്ളതാണോ എന്നുള്ളത്. നമ്മൾ കേരളത്തിലുള്ളവരെ സംബന്ധിച്ച് ഈ കേരള സ്റ്റോറി കണ്ടാൽ നമുക്കൊന്നും തോന്നത്തില്ല. കാരണം നമുക്കറിയാം ഇതിങ്ങനെയൊന്നും അല്ല, അല്ലെങ്കിൽ ഇവർ മാനിപ്പുലേറ്റഡ് ആയിട്ട് ചെയ്യുന്നതാണ്, നമ്മളെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യില്ല. പക്ഷെ കൂടുതലായിട്ടും എനിക്ക് തോന്നിയത് നോർത്ത് ഇന്ത്യൻസിന് അത് വളരെ ശരിയാണ്. കാര്യം നമ്മള് കേരളത്തിന്റെ എന്തെങ്കിലും ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റ് അതിന്റെ കമന്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് നമ്മളോട് ഭയങ്കര വെറുപ്പാണ് അവര്. അതായത് നിങ്ങൾ ഇങ്ങനത്തെ ആൾക്കാരല്ലേ, കൺവേർട്ടഡ് അല്ലേ. എന്താണ് ഈ കൺവേർട്ടഡ്? എനിക്ക് മനസ്സിലാത്ത കാര്യം. അതായത് ചിലപ്പോ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ നാട്ടില് ആ കൺവേർഷൻ, അത് ഫോഴ്സ് കൺവേർഷൻ എന്നുള്ള ഒരു ടോപ്പിക്ക് എനിക്ക് തോന്നുന്നുള്ളത് എത്ര പ്രാക്ടിക്കലാണ്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ആതിരേന ഒരു വ്യക്തി ഫോഴ്സ്ഫുള്ളി വേറൊരു മതത്തിലോട്ട് മാറ്റി കൺവേർട്ട് ചെയ്തതിന് ശേഷം ആതിര പിന്നെ വിഷമിക്കും, അയ്യോ എന്നെ ഈ മതത്തിലോട്ട് ആക്കിയല്ലോ എന്ന് ഓർത്തിട്ട് ജീവിതകാലം മുഴുവൻ ആ മതം പിന്തുടർന്ന് പോകുമോ? അല്ലെങ്കിൽ അതിന് ഒരു പോയിന്റ് ഉണ്ട്, ഇവര് ജീവിതകാലം മൊത്തം നമ്മള് നീ ഈ മതത്തിൽ തന്നെ ഫോളോ ചെയ്യണ്ടെന്ന് നോക്കി നിക്കില്ലല്ലേ. ഒരു പോയിന്റ് ആകുമ്പോ അവര് അവരുടെ ലൈഫായിട്ട് പോവില്ലേ. ആ സമയത്ത് കേസ് കൊടുത്താൽ പോരെ. അല്ല, ഈ ഇത്തരം ധാരണകളൊന്നും എന്നോട് തന്നെ ചോദിച്ചൊരാളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ട്രാവൽ ചെയ്യപ്പോ എന്നോട് ഒരാൾ ചോദിച്ചു എന്നുള്ളത്. ചോദിച്ചപ്പോ പുള്ളി 2 തവണ ആലോചിച്ചിട്ടാണ് എന്നോട് ചോദിച്ചത്. എൻ്റെ അടുത്ത് വന്ന് ഇന്നലെ പെട്ടെന്ന് ഉറങ്ങിപ്പോയല്ലോ, അതുകൊണ്ടാണ് എനിക്കൊരു കാര്യം സംസാരിക്കണമെന്നുണ്ടായിരുന്നു, ഞാൻ കേരളത്തിൽ നിന്ന് വന്നയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അയാളെ 5 ദിവസം ഞാൻ ആ ട്രാവലിനിടെ പുള്ളിയോടൊപ്പം, അല്ലെങ്കിൽ ഞാൻ താമസിച്ച സ്റ്റേക്കേഷനിൽ തന്നെയായിരുന്നു അയാളും താമസിച്ചത്.
അപ്പൊ അതില് 3-ാമത്തെ ദിവസം അല്ലെങ്കിൽ ഞാൻ പോകുന്നതിന്റെ തലേ ദിവസം 4-ാമത്തെ ദിവസമാണ് ഇയാൾ എന്നോട് ഇത് വന്ന് ചോദിക്കുന്നത്. ഈ 4 ദിവസവും ഇയാൾക്ക് 3 ദിവസം ഇയാൾക്ക് എന്നോട് ഈ കേരള സ്റ്റോറിയെ പറ്റി ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു, കേരള സ്റ്റോറി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് സത്യമാണോ? നമ്മൾ കാണുന്ന രീതിയിലല്ല പുറത്തേക്ക് ഇത് പോകുന്നത്. ഇപ്പോ ഗ്ലെൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ കേസ് കൊടുക്കാനൊരു സാധ്യതയുണ്ട്. പക്ഷെ ഇത് ചിന്തിക്കാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇപ്പോ സെൻസർ ബോർഡ് എടുത്തിട്ട് ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. പലരും അതിനെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. എല്ലാ സിനിമയും ഈ റിയൽ സ്റ്റോറീസ് തന്നെയല്ല. അതിനകത്തിൽ ഈ ഡയറക്ടറിൻ്റെതായിട്ടുള്ള ആ സ്റ്റോറി അതിനൊരു ഇമ്പാക്ട് പ്രേക്ഷകർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ തന്നെ അതിൽ ആഡ് ചെയ്യും. ഇതല്ല റിയാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ആടുജീവിതം ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരാൾ ബുക്ക് വായിച്ചിട്ട് പോകുമ്പോഴും സിനിമ കാണുമ്പോഴും 2 അനുഭൂതിയായിരിക്കും ഉണ്ടാവുന്നത്. ഞാൻ ആ ബുക്ക് വായിക്കുന്ന സമയത്ത് അതിനകത്ത് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള കുറെ ഇമോഷൻസ് കൂടെ ബെന്യാമിൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സിനിമ കാണുമ്പോൾ ആ സീക്വൻസ് ഒന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല. അത് ആ മനുഷ്യന്റെ അയാൾ ആ മരുഭൂമിയില് സർവൈവ് ചെയ്യുന്ന സമയത്ത് അയാൾക്കുണ്ടാവുന്ന പല ഇമോഷൻസും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ അയാളുടെ റിയൽ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല. അത് ആ വായിക്കുന്ന നമ്മുടെ വായനക്കാരിലേക്ക് എത്തണ്ടേ ആ ഒരു ഫീൽ എന്ന് പറയുന്നത്. അതിനകത്ത് ചില ബുക്ക് വായിച്ചിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു. ചില പോർഷൻസ് ഒക്കെ ഇട്ടിട്ട് അതിന്റെ അടുത്ത വരി വായിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആ ബുക്ക് വായിച്ചിട്ട് ഞാൻ പോയി സിനിമ കാണുന്ന സമയത്ത് എനിക്ക് അത്രത്തോളം ആ കരച്ചിന്റെ വക്കിലേക്ക് ഞാൻ എത്തിയില്ല. ചിലപ്പോ ഞാൻ ആ ബുക്കിന്റെ തീവ്രമായിരുന്നില്ല ഈ മൂവി ഇറങ്ങിയപ്പോ. അതേപോലെയാണ് സിനിമകളാണെങ്കിലും. ഇപ്പോ ഒരു ഡയറക്ടറിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം അനുസരിച്ച് അയാൾക്ക് ഈ ഓഡിയൻസിനെ പിടിച്ചു നിർത്തണ്ടേ? ആ രീതിയിലാണ് എല്ലാ സിനിമകളും ചെയ്തു വെക്കുന്നത്. പിന്നെ നമ്മുടേതായിട്ടുള്ള രാഷ്ട്രീയം കൂടെ അതിനകത്ത് പറയാൻ ശ്രമിക്കും. എമ്പുരാനാണെങ്കിലും കേരള സ്റ്റോറി ആണെങ്കിലും ഞാൻ അങ്ങനെയാണ് കൂടുതലായിട്ട് വിലയിരുത്തുന്നത്. അപ്പം എന്റേതായിട്ടുള്ള ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം ഈ സിനിമയിലൂടെ ജനങ്ങളിലേക്ക് എത്തണം. അതിവിടെ ചർച്ച ചെയ്യപ്പെടണം. അതിനപ്പുറത്തേക്കും അത് വെട്ടണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നതും ഇവിടെ ഒരു കലാപം സൃഷ്ടിക്കാൻ അതിന് ചാൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടതും സെൻസർ ബോർഡിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ അതിന് ഒരുമാതിരി നിലപാടെടുക്കുന്ന രീതി. പക്ഷെ സെൻസർ ബോർഡിന്റെ ആവശ്യം എന്താ? കാര്യം സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഇത് കാണിക്കണ്ട അത് കാണിക്കണോന്ന് പറയുമ്പോ തന്നെ അവിടെ സ്വാതന്ത്ര്യത്തിന് ഒരു ഇതല്ലേ? അല്ലെ, ഞാൻ ഈ സെൻസർ ബോർഡിന്റെ കേട്ടിട്ടുള്ളത് പണ്ട് കാലത്ത് ചില സിനിമകളിൽ ഈ A സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് സെൻസർ അല്ലെങ്കിൽ ഇത് സെൻസർ ചെയ്യപ്പെട്ട സിനിമയാണ്, ഇത് A സർട്ടിഫിക്കറ്റ് കൊടുത്ത സിനിമകളാണ്, അങ്ങനെ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന്റെ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ചിലപ്പോ 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ കാണേണ്ട സിനിമയാണ്. അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും സെൻസർഷിപ്പ് അല്ലെങ്കിൽ സെൻസർ ബോർഡിന്റെ അനുമതി തേടുന്നതും. പിന്നീട് ഈ എക്സ്ട്രീം മാർക്കോയ്ക്കൊക്കെ സെൻസർ ബോർഡിന്റെ വെട്ടുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ വയലൻസിന്റെ തന്നെ എക്സ്ട്രീം എന്ന് വെച്ചാൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളെ ഒരു തെറ്റായ രീതിയിൽ ഇതാണ് ഹീറോയിസം അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് വേണ്ടിയിട്ടായിരിക്കാം. അങ്ങനത്തെ ഒരു ജോൺറേ ഓഫ് മൂവി ഉണ്ട് ഓൾറെഡി. അത് നമുക്ക് ഈ യൂറോപ്പിലൊക്കെ അല്ലെങ്കിൽ പാശ്ചാത്യ സിനിമകളിലൊക്കെ പറയുന്ന അല്ലെങ്കിൽ അതേ ജോണർ സിനിമകളൊന്നും നമ്മുടെ രാജ്യത്ത് അതല്ല. ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ വയലന്റ് ക്രീച്ചർ ആണ്. മനുഷ്യന്റെ അത് തന്നെയാണ് ഇവർ തുറന്ന് കാണിക്കുന്നത്. അല്ല, അങ്ങനെ തുറന്ന് കാണിക്കാൻ പറ്റാതിരിക്കാനായിരിക്കുമല്ലോ ഈ പറയുന്ന അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഏജ് ഗ്രൂപ്പ്സിന് വരാൻ പാടില്ല അതിന് സെൻസർ ആകാം. പക്ഷെ ഈ മറ്റെന്താണ് ഡയറക്ടർ എന്താണ് കണ്ടത് എന്നുള്ള ഒരു വിഷ്വലൈസേഷൻ കറക്റ്റ് ആയിട്ട് നേരത്തെ ബെന്യാമിന്റെ ബുക്കിന്റെ ഇത് പറഞ്ഞല്ലോ, പുള്ളി അതേപോലെ തന്നെ ഇറക്കിയിരുന്നു. അതായത് ആ ഒരു രീതിയിൽ ഇറക്കണമെന്നെങ്കിൽ പറഞ്ഞ പോലെ വിലക്കൊന്നും അത് പോസിബിൾ ആയിരിക്കില്ല. കാരണം സീരിയസ് ആയിട്ട് ഇറക്കിയാൽ പറ്റും. അല്ല, നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഓഡിയൻസിൽ തന്നെ ഒരു വൾണറബിൾ അല്ലെങ്കിൽ വൾണറബിൾ അല്ലാത്തത് ഇങ്ങനത്തെയൊക്കെ കാറ്റഗറി ഉണ്ട്. അത് വൾണറബിൾ ആകുന്നതും അല്ലാത്തതും നമ്മൾ കാണുന്ന രീതി കൂടെയാണ്. ഇപ്പോ ഏറ്റവും കൂടുതലായിട്ടും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് ടോക്സിക് മൂവിയുടെ ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തില് ഒരു പക്ഷം ആൾക്കാർ അതിനെ വളരെയധികം വിമർശിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതിന്റെ ഈ പറയുന്ന ഒരു ഫൈറ്റ് സീൻ ആണ്. അതിനകത്തിൽ ഒരു പെൺകുട്ടിയുമായി ഈ പറയുന്ന സെക്സ് ചെയ്യുന്നതും പെട്ടെന്ന് അപ്പോ ഒരു ബോംബ് പൊട്ടുന്നതും ഇവർ തമ്മിൽ സെക്സിന്റെ ആ ഒരു ടോപ്പ് അതിലെത്തുന്നതും ഇത് കമ്പയർ ചെയ്തിട്ടാണ് ഗീതു മോഹൻദാസ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോ സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ് ഇത്, അല്ലെങ്കിൽ ആ ഒരു പോർഷൻ വേണ്ടിയിരുന്നില്ല. പക്ഷേ അല്ല,
സെക്സ് എങ്ങനെയാണ് ഒരു അപമാനമായി മാറുന്നത്. അത് ഗീതവും പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഇതിനെ നിങ്ങൾ എന്തിനാണ് അങ്ങനെ മിക്സ് ചെയ്ത് പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ? അതായത് ഇതിനൊക്കെ ഒരു കാരണം നമ്മ ചെറുപ്പം മുതലേ സെക്ഷൽ എഡ്യൂക്കേഷൻ കറക്റ്റ് ആയിട്ട് പഠിക്കാത്തതിന്റെ എന്ന് ഞാൻ പറയുള്ളൂ. കാര്യം പണ്ട് തുടങ്ങി നമുക്ക് വീട്ടുകാരോട് ഇതിനെയൊക്കെ പറ്റി സംസാരിക്കാൻ വരെ മടിയാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു തലമുറ ഇതിനെ ഇപ്പോഴും ഒരു ടാബു ആയിട്ട് തന്നെ കാണുള്ളൂ. ബട്ട് പറഞ്ഞ പോലെ അവരുടെ ഒരു പ്രൈവറ്റ് സ്പേസിൽ ഇതും ഇതിന്റെ അപ്പുറവും അല്ല, ഇതിന്റെ അപ്പുറത്തേക്കും കലകളാവുന്ന സമയത്ത് നമുക്ക് ഈ കാറ്റഗറൈസ്ഡ് ഓഫ് ഓഡിയൻസ് ആയിരിക്കും വരുന്നത്. ഈ ഫൈറ്റ് ആണെങ്കിലും ഈ KGF ആണെങ്കിൽ KGF ഗ്ലെൻ വിശ്വസിക്കുന്നുണ്ടോ ഒരു അപ് ടു 25 അല്ലെങ്കിൽ 20+ ഏജിലുള്ള ആൾക്കാർ മാത്രമേ KGF ഒക്കെ കണ്ടിട്ടുള്ളൂ എന്നുള്ളത്? വളരെയധികം ഫൈറ്റ് സീക്വൻസ് ഉള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൂവിയാണ് KGF എന്നൊക്കെ പറയുന്നത്. അത് എത്രയോ കുട്ടികൾ കണ്ടിട്ടുണ്ടായിരിക്കണം, ഒരുപാട് കുട്ടികൾ കണ്ടിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് എനിക്ക് വിശ്വാസം. അതില് ഈ പറഞ്ഞ പോലെ ഇപ്പൊ എന്റെ കസിൻസ് UK അപ്പൊ അവിടെ അവര് കൊച്ചായിട്ടാണ് പോയത്. നമ്മുടെ നാട്ടില് ഒരു കൊച്ചായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആണെങ്കിലും ഏത് നോർമൽ സിനിമയാണെങ്കിലും എൻട്രി കയറ്റും. കാരണം കൊച്ചിനെ എന്ത് ചെയ്യും, അതുകൊണ്ട് കൊച്ചിനെ കയറ്റും. പക്ഷെ അവിടെ കൊച്ചുങ്ങളെ കയറ്റില്ല. അതിന് പകരം അവിടെ ഒരു ഡേ കെയർ പോലെ ഒരു സെന്റർ ഉണ്ട്. അപ്പൊ അവിടെ കൊച്ചിനെ ഏൽപ്പിച്ചിട്ട് വേണം നമ്മൾ പോയി കാണാൻ, അല്ലാണ്ട് കയറ്റൂല. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസിയാണ് അവിടെയൊക്കെ. ഈവൻ മറ്റേ സ്കൂളിൽ പിള്ളേരെ വിട്ടില്ലെങ്കിൽ പോലും അത് പാരന്റ്സിനാണ് വിളിപ്പിച്ച് പ്രശ്നമാക്കണത്. അപ്പൊ അങ്ങനെ സ്ട്രിക്റ്റ് മെഷർ ഇല്ലാണ്ട് സെൻസറിൽ ഒരു സാധനം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, സെൻസർ ബോർഡിന്റെ അല്ലെങ്കിൽ രീതികൾ എന്ന് പറയുന്നത് ഇപ്പോൾ എന്ന് വെച്ചാൽ സിനിമ അല്ലെങ്കിൽ സെൻസർ ബോർഡ് ഉള്ള കാലം തൊട്ട് നമ്മൾ കലഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് സെൻസർ ബോർഡിന്റെ ഈ പറയുന്ന വ്യത്യസ്ത നിലപാടുകളെ പറ്റിയിട്ട്. അത് ഈ രാഷ്ട്രീയപരമായ ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. രാഷ്ട്രീയം കാണും, കാരണം ഇപ്പൊ ഒരു കലോത്സവത്തിന് ഇരിക്കുന്ന ആളാണെങ്കിലും എവിടെ ഒരു ജഡ്ജ്മെന്റിൽ ഇരിക്കുന്ന ആളാണെങ്കിലും ഇപ്പൊ IFFK പോലെ ഫിലിം ഫെസ്റ്റിവലിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടായിരിക്കും. അപ്പൊ ആ നിലവാരത്തിൽ നിന്നിട്ടെ അവരെന്ത് പ്രവൃത്തിയും ചെയ്യത്തുള്ളൂ. ചിലപ്പോ അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും രാഷ്ട്രീയമുള്ള സിനിമകളാണെങ്കിൽ അവർ ആ സ്ഥാനത്തിരിക്കുന്നുണ്ട്, അവരെന്ന് കട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇത്തരം ഒരു ബയാസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ പിടിച്ച് ഇത്തരം നേതൃത്വങ്ങളിൽ ഇരിക്കണം. അത് ഇല്ലാത്ത കാലത്തോളം നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ മുന്നിലേക്ക് എത്തുന്ന സിനിമ അവരുടെ രാഷ്ട്രീയത്തിന് എതിരാണെങ്കിൽ അവർ കട്ട് ചെയ്യും. അവിടെയും ഒരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പൊ ഈ പറയണ സെൻസർ ബോർഡിൽ മെമ്പേഴ്സിന് ആരോടെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു സീൻ ഒഴികെ എല്ലാം കട്ട് ചെയ്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ കാര്യങ്ങൾക്കൊക്കെ അപ്പീൽ ചെയ്യാൻ പറ്റും. ഇവർക്കും കൃത്യമായി പറയണം എന്തുകൊണ്ടാണ് ഈ സീൻ കട്ട് ചെയ്യുന്നത്. പക്ഷെ എല്ലാ സിനിമയിലും അവര് പറയുന്നുണ്ടല്ലോ ഇതുകൊണ്ടാണ്. ബട്ട് അത് സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവല്ലോ അത് എത്രത്തോളം ഇതുണ്ടെന്ന്. ഈ അപ്പീൽ ചെയ്ത് കഴിഞ്ഞാലും തിരിച്ചു കൊടുത്ത ഏതെങ്കിലും സിനിമ ചരിത്രത്തിലുണ്ടോന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. പിന്നെ വേറെ കാര്യം, വെട്ടിയിട്ട് മാത്രമേ ഉള്ളൂ. വെട്ടിയ ചരിത്രം നോക്കുകയാണെങ്കിൽ തന്നെയാണ് ഏറ്റവും മുന്നിൽ. പക്ഷെ ഈ പറഞ്ഞ കണ്ടന്റ്സ് ഉണ്ടായിരുന്ന കുറെ സിനിമകൾ പണ്ട് തിയേറ്ററുകളിലൊക്കെ ഓടിയിട്ടുള്ളതാണ്. അതായത് അല്ലാണ്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് അതൊക്കെ എന്തായാലും കട്ട് ചെയ്യും. പക്ഷെ ഇങ്ങനെ ഒരു ബോർഡ് ഉള്ളപ്പോഴത്തേക്കും ഒന്നില്ലെങ്കിൽ ഈ ബോർഡ് TV സ്ക്രീനിലോട്ട് വല്ല ഇറക്കുമ്പോ, അതായത് മറ്റേ പിള്ളേര് കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇറക്കുമ്പോഴത്തേക്കും ഇത് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ ഇറങ്ങി അത് ആൾക്കാരിലോട്ട് എത്തണതിന് മുമ്പ് തന്നെ അത് കട്ട് ചെയ്ത് അല്ല, ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുന്ന വിഷയമാണ് ഏറ്റവും വലിയ ഭീകരം. സാധാരണ ഈ സെൻസർഷിപ്പിൽ പോയതിനു ശേഷം സ്വാതന്ത്ര്യം പോയില്ലേ? അല്ല, സാധാരണ സെൻസർഷിപ്പിന്റെ അനുമതിയോടുകൂടിയാണ് സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് എമ്പുരാന്റെ കേസിൽ. അത് തന്നെ പറയാൻ കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമ ഏതായിരിക്കും. നമ്മൾ കണ്ടു, ഞാനൊക്കെ ഫസ്റ്റ് ഷോയ്ക്ക് പോയി കണ്ടതിന് ശേഷം അതിനകത്തിലെ ഒരു കാര്യത്തെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു. ഒരുപാട് പത്രമാധ്യമങ്ങൾ വന്നു, ഒരുപാട് വിമർശനം അതിൽ നടനായിരുന്ന മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു, പബ്ലിക്കിലെ വന്ന് ക്ഷമ ചോദിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നതിന് ശേഷം ആ സിനിമ പിന്നീട് പ്രദർശിപ്പിക്കുന്ന സമയത്ത് കട്ട് ചെയ്ത്, അല്ലെങ്കിൽ അതിൽ ഒരുപാട് പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ്. അപ്പൊ എന്തുകൊണ്ട് സെൻസർ ബോർഡ് ആദ്യ സമയത്ത് അത് കണ്ടില്ല എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. പക്ഷെ അതൊക്കെ അവരുടെ രാഷ്ട്രീയമായിരിക്കും. ഏത് രീതിയിലാണ് ഇവർ ഇതിനെയൊക്കെ കാണുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാത്തിനും കുറച്ചുകൂടെ അന്തസ്സുള്ള അല്ലെങ്കിൽ
എല്ലാത്തിനെയും ഒരേ രീതിയിൽ കാണാൻ പറ്റുന്ന ആൾക്കാരെ, കലയുടെ രീതിയിൽ കാണുന്ന ആൾക്കാരെ പിടിച്ച് ഇത്തരം സ്ഥാനങ്ങൾ ഇരുത്തുന്നതാണ് സിനിമയ്ക്കാണെങ്കിലും മറ്റേത് കലകൾക്കാണെങ്കിലും നല്ലത്. അല്ലെങ്കിൽ ഇതൊക്കെ ഈ പറയുന്ന നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ കലയെ നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷേ സെൻസർ ബോർഡ് ഈ ഇത്ര നാളായിട്ട് സെൻസർ ബോർഡ് ഉണ്ടായിട്ടും ഇവിടെ ഇത് സിനിമയുടെ പേരില് തർക്കങ്ങളും കലാപങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ സെൻസർ ബോർഡ് ഇല്ലെങ്കിൽ ഇതൊക്കെ തന്നെയല്ല നടക്കാൻ പോണുള്ളൂ. തീർച്ചയായും അപ്പൊ അവരുടെ ആവശ്യം ഉണ്ടാകും ഇല്ലെങ്കിലും സെൻസർ ബോർഡിന്റെ ആവശ്യകത എന്താണെന്ന് ഇപ്പൊ വീണ്ടും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം പുതിയൊരു കേരള സ്റ്റോറി ഇറങ്ങിയതിന് ശേഷം വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് സെൻസർ ബോർഡ് എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിനാണ് അതിനു വേണ്ടി പൈസയും മേടിച്ച അവിടെ ആൾക്കാർ ഇരിക്കണേന്ന് വരെ തോന്നിപ്പോകുന്നുണ്ട്.